വെൽക്കം സ്റ്റുഡൻസ്. സ്റ്റാൻഡേർഡ് 10 സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്ന ചാപ്റ്ററിലെ പൂർണ്ണ സ്വരാജ് ആൻഡ് സിവിൽ ഡിസൊബീഡിയൻസ്, പൂർണ്ണ സ്വരാജും സിവിൽ നിയമലംഘനവും എന്ന ഭാഗമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. നോക്കുക. The Lahore session of the Indian National Congress held in 1929 under the chairmanship of Jawaharlal Nehru was a turning point in the history of freedom movement in India. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വഴിത്തിരിവായിരുന്നു 1929 ലാഹോറിൽ വെച്ച് ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം. ഈ സമ്മേളനത്തിൽ താഴെ പറയുന്ന തീരുമാനങ്ങളാണ് കൈക്കൊണ്ടത്. ദ സെഷൻ ഡിക്ലെയർഡ് ദാറ്റ് ദ അൾട്ടിമേറ്റ് എയിം ഓഫ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ വാസ് ടു അറ്റൈൻ കംപ്ലീറ്റ് ഫ്രീഡം ഓർ പൂർണ്ണ സ്വരാജ് ഫോർ ദി കൺട്രി. ഈ സമ്മേളനത്തിൽ പറയപ്പെട്ടത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് വെച്ചാൽ സമ്പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം ആണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് It was also resolved to start the civil disobedience movement under the leadership of Mahatma Gandhi. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കുവാനുള്ള തീരുമാനവും ഉണ്ടായി. With this civil disobedience, Gandhiji meant to disobey all anti-popular and anti-democratic civil laws made by the British government. അപ്പോൾ ഇതിൻ്റെ തീരുമാനത്തിൽ ബ്രിട്ടീഷുകാരുടെ ജനവിരുദ്ധമായ സിവിൽ നിയമങ്ങളെ ലംഘിക്കുക എന്നതായിരുന്നു ഗാന്ധിജി ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഈ സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് ഇനി ചുവടെ കൊടുക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് ഈസ് ടു ലിഫ്റ്റ് സോൾട്ട് ടാക്സ്, ഉപ്പിന് മേലുള്ള നികുതി വർദ്ധിപ്പിക്കുക. ദെൻ ടു ഡിക്ലെയർ 50% ടാക്സ് റിലാക്സേഷൻ ഫോർ ഫാമേഴ്സ്, കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക. ടു ഇൻക്രീസ് ദ ടാക്സ് ഓൺ ഇമ്പോർട്ടൻറ്റ് ഫോറിൻ ക്ലോത്ത്സ്, അതായത് വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക. ടു റിലീസ് പൊളിറ്റിക്കൽ പ്രിസണേഴ്സ്, രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക. ടു കട്ട് ഷോർട്ട് മിലിറ്ററി ബജറ്റ് ആൻഡ് ഹൈ സാലറി ഓഫ് ടോപ്പ് ഒഫീഷ്യൽസ്, അതായത് സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടി കുറയ്ക്കുക. ടു ഡിസോൾവ് ദ സീക്രട്ട് സർവൈലൻസ് വിങ് ഫോംഡ് ടു വാച്ച് ഇന്ത്യൻസ്, ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ പിരിച്ചു വിടുക. നെക്സ്റ്റ് പോയിന്റ്, ടു സ്റ്റാർട്ട് കോസ്റ്റൽ ഷിപ്പിംഗ് സർവീസ്, തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക. ലാസ്റ്റ് പോയിന്റ്, ടു ഇംപ്ലിമെൻറ്റ് പ്രൊഹിബിഷൻ ഓഫ് ലിക്വർ, സമ്പൂർണ്ണ മദ്യ നിരോധനം നടപ്പാക്കുക. Now let us examine the reasons why Gandhiji selected salt as a powerful weapon against the British. ഇനി ഉപ്പ് സമരായുധമായി തിരഞ്ഞെടുക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഫസ്റ്റ് പോയിന്റ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് വരും. സോൾട്ട് ടാക്സ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് 2/5 പോർഷൻ ഓഫ് ദി ഇൻകം കളക്റ്റഡ് ബൈ ദി ബ്രിട്ടീഷ് ത്രൂ ടാക്സസ്. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നികുതി വരുമാനത്തിൻ്റെ 2/5 ഉപ്പിന് മേൽ ചുമത്തുന്ന നികുതിയായിരുന്നു. രണ്ടാമത്തെ പോയിന്റ്, ദിസ് ടാക്സ് വാസ് ഹെവി ബേർഡൻ ഫോർ ദി പുവർ പീപ്പിൾ. ഈ നികുതി എന്ന് പറയുന്നത് ദരിദ്രർക്ക് വലിയ ഭാരമായിരുന്നു. തേർഡ് പോയിന്റ്, ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ബാൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡിജീനിയസ് സോൾട്ട് പ്രൊഡക്ഷൻ, അതായത് തദ്ദേശീയമായിട്ടുള്ള, ഇൻഡിജീനിയസ് എന്ന് വെച്ചാൽ തദ്ദേശീയമായ ചെറുകിട ഉൽപ്പാദകർക്ക് മേൽ ഉപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് മേൽ ഉപ്പുണ്ടാക്കുന്നതിന് ബ്രിട്ടീഷുകാർ നിരോധനം ഏർപ്പെടുത്തി. ദെൻ ദർ വാസ് 3-fold ഹൈക്ക് ഓൺ സോൾട്ട് പ്രൈസ്, ഉപ്പിൻ്റെ വില 3 മടങ്ങ് വർദ്ധിപ്പിച്ചു. ദെൻ the demand for lifting salt was a slogan suitable to inspire all segments of the society. സാധാരണക്കാരെ ഉണർത്താൻ ഉതകുന്ന ഒരു മുദ്രാവാക്യമായിരുന്നു ഉപ്പ് നികുതി എടുത്തു കളയുക എന്നുള്ളത്. ഇതൊക്കെയാണ് ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത്. Explaining the strength of the civil disobedience movement, Gandhiji said, supposing 10 persons from each of the 7 lakh villages in India come forward to manufacture salt and disobey the salt act, what do you think the government can do? 7 ലക്ഷം ഗ്രാമങ്ങളിലെ 10 പേർ വീതം ഉപ്പ് കുറുക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഈ സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ഗാന്ധിജി ചോദിക്കുന്നു.
Even the worst autocrat you can imagine would not dare to blow regiments of peaceful civil registers out of a cannon's mouth. അതായത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിൽ ഏറ്റവും നീചനായ സ്വേച്ഛാധിപതി പോലും സമാധാനപരമായി നിയമം ലംഘിക്കുന്ന ജനതയെ പീരങ്കി കൊണ്ട് നേരിടാൻ ഊറ്റം കാണിക്കുകയില്ല. നിങ്ങൾ ഒരല്പം സ്വയം മാറാൻ തയ്യാറായാൽ നമുക്ക് ഈ സർക്കാരിനെ കുറഞ്ഞ സമയം കൊണ്ട് ക്ഷീണിപ്പിക്കുവാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നുവെന്ന് ഗാന്ധിജി അഭിപ്രായപ്പെട്ടു. If only you will bestir yourself just a little, I assure we shall be able to tire the government out in a very short time, Gandhiji said. The Round Table Conferences. The British government convened at James Palace in London 3 Round Table Conferences in 1930, 31 and 32 to discuss the administrative reforms to be implemented in India. വട്ടമേശ സമ്മേളനങ്ങളാണ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് പറയുന്നത്. ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണ പരിഷ്കാരങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് ലണ്ടനിലെ ജെയിംസ് പാലസിൽ 1930, 31, 32 എന്നീ വർഷങ്ങളിൽ 3 വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ച് ചേർത്തു. അതിൽ ഗാന്ധിജി അറ്റൻഡഡ് ദി സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസസ്. ഗാന്ധിജിയാണ് രണ്ടാമത്തെ റൗണ്ട് ടേബിൾ കോൺഫറൻസസിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത്. Inspired by the call of Gandhiji, people in various parts of the country started to produce salt on their own, violating the British regulations. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ റെഗുലേഷൻസൊക്കെ എതിർത്തുകൊണ്ട് ഗാന്ധിജിയുടെ ആഹ്വാനം ഏറ്റെടുത്ത ജനങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉപ്പ് കുറുക്കി നിയമലംഘനത്തിൽ പങ്കാളികളായി. കേരളത്തിൽ പയ്യന്നൂർ, തമിഴ്നാട്ടിൽ വേദാരണ്യം, മഹാരാഷ്ട്രയിൽ ബോംബെ, ബംഗാളിൽ നവഖാലി, വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശം തുടങ്ങിയ നിയമലംഘന സമരത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളായി മാറി. അത് നിങ്ങൾ കോളം വരച്ച് തന്നെ എഴുതി പഠിക്കണം. പയ്യന്നൂർ ഇൻ കേരള, ദെൻ വേദാരണ്യം ഇൻ തമിഴ്നാടു, ബോംബെ ഇൻ മഹാരാഷ്ട്ര, നവഖാലി ഇൻ ബംഗാൾ ആൻഡ് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസ് were some of the centers of this protest. As a part of the protest, volunteers made salt and distributed it to public, hoisted national flag and chanted anti-British slogans. അപ്പം ഇവിടങ്ങളിൽ സമര വോളണ്ടിയർമാർ ഉപ്പുണ്ടാക്കി ജനങ്ങൾക്ക് വിതരണം ചെയ്തു. എന്നിട്ട് ദേശീയ പതാക ഉയർത്തുകയും ബ്രിട്ടീഷ് വിരുദ്ധ മുദ്രാവാക്യം ദേശീയ പതാക ഉയർത്തുന്നതിനൊപ്പം മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. The British police severely tortured a team of volunteers led by Sarojini Naidu, who set out Dharasana salt field in Gujarat. ഗുജറാത്തിലെ ധരാസന ഉപ്പ് സമരശാലയിലേക്ക് സരോജിനി നായിഡുവിൻ്റെ നേതൃത്വത്തിൽ പുറപ്പെട്ട സത്യാഗ്രഹികളെ വളരെ നിഷ്ഠൂരമായ രീതിയിൽ ബ്രിട്ടീഷ് പോലീസ് ആക്രമിക്കുകയുണ്ടായി. ഗാന്ധിജി വാസ് അറസ്റ്റഡ് ആൻഡ് ദി മൂവ്മെൻറ്റ് വാസ് സപ്രസ്ഡ് കോൾലെസ്ലി. ദെൻ അങ്ങനെ ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഗാന്ധിജി അറസ്റ്റ് ചെയ്യുകയും സമരം ക്രൂരമായി അടിച്ചമർത്തുകയും ചെയ്തു. The British quit India. Here is a mantra, a short one that I gave you. You may imprint it on your hearts and let every breath of yours give expression to it. The mantra is do or die. We shall either free India or die in the attempt. We shall not live to see the perpetuation of our slavery. ഗാന്ധിജി. ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങളുടെ ഓരോ ശ്വാസവും അതിന് ആവിഷ്കാരം നൽകണം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കും, അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും. നാം നമ്മുടെ അടിമത്തം തുടരുന്നത് കാണാൻ ജീവിച്ചിരിക്കുകയില്ല എന്ന് ഗാന്ധിജി അഭിപ്രായപ്പെട്ടു. This was the call of Gandhiji in the conference of the Indian National Congress held in Bombay in 1942. The Quit India movement was the last popular protest organized by the Indian National Congress under the leadership of Gandhiji.
1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജി ജനങ്ങളോട് പറഞ്ഞ വാക്കുകളാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായ ക്വിറ്റ് ഇന്ത്യ സമരത്തിനുള്ള ആഹ്വാനമായിരുന്നു ഇത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതായിരുന്നുവെന്ന് 1 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ചോദിച്ചിട്ടുമുണ്ട്. Quit India movement was yet another popular movement like the civil disobedience movement. It was a mass movement based on the ideology of non-violence or ahimsa, meant to force the British to leave the country, offering complete freedom to the ഇന്ത്യൻസ്. അതായത് സിവിൽ നിയമ ലംഘന സമരം പോലെ തന്നെ ജനകീയമായ മറ്റൊരു സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. എല്ലാ അധികാരങ്ങളും ഇന്ത്യക്ക് കൈമാറി ഇന്ത്യ വിടാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിക്കുന്ന അഹിംസയിലൂന്നിയ ഒരു സമരമാണ് ഇതിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭാവനം ചെയ്തത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കാരണമായ ചില ഘടകങ്ങളാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ലെറ്റ് us examine some factors that caused to quit India movement. First one is reluctance of the British to implement constitutional reforms in India. Second one is public disgust with the price hike and famine. ഒന്നാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടൻ കാണിച്ച വൈമനസ്യമാണ്. രണ്ടാമത്തേത് വിലക്കയറ്റവും ക്ഷാമവും മൂലമുള്ള ജനങ്ങളുടെ അതൃപ്തി. നെക്സ്റ്റ് പോയിന്റ്, ദ അസംഷൻ ഓഫ് ദ ബ്രിട്ടീഷ് വുഡ് ബി ഡിഫീറ്റഡ് ഇൻ ദി സെക്കൻഡ് വേൾഡ് വാർ. ദി അസംഷൻ ദാറ്റ് ദ ബ്രിട്ടീഷ് വുഡ് ബി ഡിഫീറ്റഡ് ഇൻ ദി സെക്കൻഡ് വേൾഡ് വാർ. അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടുമെന്ന തോന്നൽ. ഇതൊക്കെയാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കാരണമായ ചില ഘടകങ്ങളെന്ന് പറയുന്നത്. These were the factors that caused quit India movement. Now, as a part of this movement, Gandhiji called for the following. ഈ സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. പ്രിൻസ്ലി സ്റ്റേറ്റ് ഷാൽ റെക്കഗ്നൈസ് ദി സോവറൻറ്റി ഓഫ് ദെയർ പീപ്പിൾ. നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം. രണ്ടാമത്തെ പോയിന്റ്, ഫാമേഴ്സ് ഷാൽ നോട്ട് പേ ദി ലാൻഡ് ടാക്സ്. കർഷകർ ഭൂനികുതി കൊടുക്കാൻ കൂട്ടാക്കരുത്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഷാൽ ഡിസ്ക്ലോസ് ദെയർ ലോയൽറ്റി ടു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിത്തൗട്ട് റിസൈനിങ് ദെയർ പൊസിഷൻസ്. അപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ സർക്കാർ ജീവനക്കാർ രാജിവയ്ക്കാതെ ദേശീയ പ്രസ്ഥാനത്തോട് അവരുടെ കൂറ് പരസ്യമാക്കണം. നെക്സ്റ്റ് പോയിന്റ്, without quitting their positions in the army, soldiers shall disobey orders to shoot and kill the Indians. പട്ടാളക്കാർ സ്ഥാനങ്ങൾ വെടിയാതെ സ്വന്തം ആൾക്കാർക്ക് നേരെ വെടിവെക്കാനായിട്ട് വിസമ്മതിക്കണം. നെക്സ്റ്റ് പോയിന്റ്, if possible, students shall boycott education till attaining the freedom. അതായത് സ്വാതന്ത്ര്യപ്രാപ്തി വരെ പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ വിദ്യാർത്ഥികൾ അവരുടെ പഠനം ഉപേക്ഷിക്കണം. The British government suppressed the movement very severely and arrested leaders including Mahatma Gandhi. ഗാന്ധിജി അടക്കമുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത ബ്രിട്ടീഷ് സർക്കാർ പ്രക്ഷോഭത്തെ അതിക്രൂരമായി നേരിട്ടു. In the protest, the uncontrollable mob demolished government offices, electric lines and transportation facilities. അക്രമാസക്തരായ ജനങ്ങൾ പലയിടങ്ങളിലും ഗവൺമെൻറ് കെട്ടിടങ്ങൾ, ഇലക്ട്രിക് ലൈനുകൾ, ഗതാഗത മാർഗങ്ങൾ എന്നിവ തകർത്തു. At the end of the 1942, India was under the fire of the popular unrest. 1942 അവസാനിക്കുമ്പോൾ ഇന്ത്യയാകെ സമരത്തിൻ്റെ തീച്ചൂളയിലായിരുന്നു. സ്വാതന്ത്ര്യം നേടാനുള്ള ഇന്ത്യൻ ജനതയുടെ നിശ്ചയദാർഢ്യത്തിനുള്ള തെളിവായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനമെന്ന് പറയുന്നത്. The Quit India movement was a clear indication of the people's determination to grab freedom for their country. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓൾട്ടർനേറ്റീവ് പാത്സ് ആണ്, വേറിട്ട വഴികൾ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്.